മക്കളെ, എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായ ക്വസ്റ്റാണ് ഇന്നലെ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനതൊന്ന് ഡിസ്കസ് ചെയ്യാം ഇവിടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്ത്? വേർഡ് വിത്ത് തേർഡ് ലെറ്റർ സൈലന്റ്. മൂന്നാമത്തെ ലെറ്റർ സൈലന്റ് ആയിട്ടുള്ള വാക്ക് ഏതാണ്? നൈഫിൽ കെ ആണ് സൈലന്റ്, ഷുഡിൽ എൽ ആണ്, ക്ലൈമിൽ ബി ആണ്. ഇതൊന്നും മൂന്നാമത്തെ ലെറ്റർ അല്ല. മൂന്നാമത്തെ ലെറ്റർ സൈലന്റ് ആയി വന്നിട്ടുള്ളത് വാക്ക്, WALK, വാക്ക്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് സ്പെല്ലിംഗ്. അത് ഞാൻ ഒന്നാമത്തത് 3 T മനഃപൂർവ്വം ഇട്ടതാണ്, ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ പലരും ഒരു T ഉള്ളതും കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും 2 T ആണ് കട്ടിങ്, CUTTING. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്, CUTTING. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസ് ഫോം ഓഫ് ഫ്ലൈയിങ്, V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം. ഫ്ലൈയിങ് എന്നുള്ളത് എന്താണ്? ING ഫോമാണ്. ഇവിടെ ബേസ് ഫോം ഏതാണ്? ഫ്ലൈ, FLY. ഓക്കെ, ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോം. V2 ആണ് എന്ത്? പാസ്റ്റ് ഫോം. V3 പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഷീ കുക്സ് ഫുഡ്. സ്വാഭാവികമായിട്ടും ഇറ്റ് ഈസ് തേർഡ് പേഴ്സൺ. V ആണ് ഫസ്റ്റ് പേഴ്സൺ, U സെക്കൻഡ് പേഴ്സൺ, അല്ലാത്തത് തേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ തേർഡ് പേഴ്സൺ ആണ് ഷീ. ഇനി കമ്മിങ് ഈസ് എന്ത് ഫോം? അത് ഞാൻ അതായത് ING ഫോം പഠിപ്പിച്ചതിന് ശേഷം ഏകദേശം ക്വിസസിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും 1-2 പേര് എന്തായാലും തെറ്റിക്കുന്നുണ്ട്. ഇതാ, കമ്മിങ് എന്ന് പറയുന്നത് V1 ഫോം അല്ല, V2 ഫോം അല്ല, V3 ഫോം അല്ല. ഓക്കെ, സുഹേൽ ഡാഷ് ലേറ്റ് ഓൾവേസ്. ഓൾവേസ് എന്ന് പറയുമ്പോൾ അതൊരു ശീലമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്, ശീലം വരുന്ന സമയത്ത് നമ്മൾ എന്താണ്? തേർഡ് പേഴ്സൺ ആണ് തേർഡ് പേഴ്സന്റെ ശീലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, അത് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റൊരാള്, അത് ദേ എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ ആണ്, പക്ഷെ അത് പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതലാണ്. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേർബിന്റെ കൂട്ടത്തിൽ SES ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ കമ്മാണ് വേർബ് എന്ന് മനസ്സിലായത് എങ്ങനെ? 3 കമ്മിന്റെ ഫോംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കമ്മാണ് വേർബ്. സുഹേൽ കംസ് ലേറ്റ് ഓൾവേസ്. എന്തുകൊണ്ട്? സുഹേൽ തേർഡ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്. അപ്പോഴേ സുഹേലിന്റെ ഒരു ശീലം അല്ലെങ്കിൽ സുഹേലിന്റെ ഒരു രീതി പറയുവാണെങ്കിൽ അവിടെ S ചേർത്തിട്ട് നമ്മൾ എഴുതണം. ഇവിടെ കം എന്നുള്ളതിൽ S ചേർക്കുന്ന സമയത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു S ചേർത്താൽ മതി. ഓൾറെഡി അവിടെ ഈ ഉള്ളതാണ്, COMES, കംസ്. സുഹേൽ comes late always. ഇനി അടുത്തത് ഏതാണ്? ഓഡ് വൺ ഔട്ട്. അത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും ഡിഫറെന്റ് ആക്ഷൻ വേർഡ്സും അതിന്റെ ഡിഫറെന്റ് ഫോംസും കാര്യങ്ങളുമാണ്, അല്ലെ? കുക്ക്, കുക്ഡ്, കുക്ഡ്, കുക്ഡ്. സോറി, 3 കുക്ഡ് ഇല്ല അല്ലെ? V2 V3 കുക്ഡ്, കുക്ഡ്, കുക്ക്. V1 കുക്ഡ്, V2 കുക്ഡ്, V3 കുക്കിംഗ്, V1 പ്ലസ് ING എന്നുള്ളത് ING ഫോം. ഓക്കെ, വാക്ക്, വാക്ഡ്, വാക്ഡ്. V1 V2 V3. V1 വാക്ക്, V2 വാക്ഡ്, V3 വാക്ഡ്. V1 പ്ലസ് ING വാക്കിംഗ്. ഇതിലും എന്തുതന്നെയാണ്? ED എന്നുള്ളത് ആഡ് ചെയ്യും, പിന്നെ ലാസ്റ്റ് ING. വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെയാണ് പ്ലേഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, playing. V1 play, V2 played, V3 played, V1 plus ING playing. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ 3 വാക്കുകൾ നമ്മളിപ്പോഴും നോക്കിയത് എന്താണ്? ഒരുപോലെയാണ് അതിന്റെ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ED ആഡ് ചെയ്യും, V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ED ആഡ് ചെയ്യും, ING ഫോം എങ്ങനെയാണ്? ജസ്റ്റ് ING ആഡ് ചെയ്യും, വേറെ ഒന്നും വ്യത്യാസങ്ങൾ വരുന്നില്ല. പക്ഷെ സ്വിമ്മിൽ വരുന്ന സമയത്ത് swim, swam, swum, swimming. അതിൽ V2 ആയാലും V3 ആയാലും ING ആയാലും ആകുന്ന സമയത്ത് ആ വാക്കിൽ മാറ്റങ്ങൾ അല്ലാത്തത് വരുന്നുണ്ട്. സ്വാം ആണ് V2, സ്വം ആണ് V3,
ING ആഡ് ചെയ്യുമ്പോൾ അത് ഡബിൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പലതരത്തിൽ അത് ഓടാണ്. V2 ഫോം വ്യത്യാസമാകുന്നതിൽ ഓടാണ്, V3 ഫോമിൽ വ്യത്യാസമാകുന്നതിൽ ഓടാണ്, ING ഫോമിലും വ്യത്യാസമാവുന്നതിൽ അത് ഓടാണ്. അപ്പോൾ ഓഡ് വൺ ഏതാണ്? സ്വിം ആണ്. ഓക്കെ, സ്വിം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐ സ്വിം വെരി ഫാസ്റ്റ്. ഇവിടെ എന്താണ്? ഞാൻ നീന്തും വളരെ വേഗത്തിൽ. ഇവിടെ നീന്തും നടത്തു പറയുന്നുണ്ടെങ്കിൽ ഞാൻ നീന്തിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, ഞാൻ നീന്തിക്കൊണ്ടിരിക്കുകയല്ല. ഞാൻ പൊതുവെ ഞാൻ അങ്ങനെ നീന്തുന്ന ഒരാളാണ്, വേഗതയിൽ നീന്തുന്ന ഒരു വ്യക്തിയാണ്. അതെന്റെ കഴിവാണ്, ശേഷിയാണ്, എന്റെ ശീലമാണ്. ഓക്കെ, അപ്പൊ ഇതെന്താ പറയുന്നത്? ഇവിടെ ഫസ്റ്റ് പേഴ്സൺ എന്താ സിംഗുലർ ആണ്. ഇവിടെ കാര്യം ചെയ്യുന്നുള്ളത് ഐ. അതുകൊണ്ട് തന്നെ വേർബിന്റെ കൂടെ അല്ലെങ്കിൽ ആക്ഷൻ വേർഡിന്റെ കൂടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല, ശീലം പറയുന്നുണ്ടെങ്കിൽ തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ കറക്റ്റ് ആയി ആദ്യം എഴുതിയിട്ടുള്ള എന്താണ്? ഈ സെന്റൻസ് കഴിഞ്ഞു പോയ ഒരു കാര്യം പറയുന്നു. കഴിഞ്ഞു പോയ കാര്യമാണോ പറയുന്നത്? അല്ല, കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ അവിടെ സ്വാം എന്ന് വരുമായിരുന്നു അല്ലെ. ഈ സെന്റൻസ് വരാനിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. നമ്മളത് ഓപ്പണായി ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് സെന്റൻസസിൽ നമ്മൾ കണ്ടു വിൽ കം എന്ന് പറയും, അല്ലെങ്കിൽ വിൽ സ്വിം, വിൽ ഗോ. അത് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെന്താണ്? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണോ പറയുന്നത്? അല്ല, കാരണം എന്തേ? സ്വിമ്മിങ് എന്നില്ല. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ ചെയ്യുന്നതാണ് പറയുന്നതെങ്കിൽ ഐ ആം സ്വിമ്മിങ് എന്ന് പറയും. ഞാൻ നീന്തുകയാണ്, ഞാൻ നീന്തുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ ആം സ്വിമ്മിങ് ആണെങ്കിൽ ഞാൻ നീന്തുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു പറയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഈ സെന്റൻസ് ഉദ്ദേശിക്കുന്നത്? ഈ സെന്റൻസ് വാസ്തവം, ശീലം പോലുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓടുക, വരിക, പോകുക, ചാടുക. തെറ്റിച്ചത് വളരെ മോശമായി പോയി എന്നേ പറയുള്ളൂ. കാരണം ബേസ് ഫോമാണ്. ജസ്റ്റ് ആ വാക്ക് അറിയുന്ന ഏതൊരാൾക്ക് എഴുതാം. ഇത് തെറ്റിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു? നിങ്ങൾക്ക് വാക്ക് തന്നെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളത്. ഓടുക റൺ, വരിക കം, പോകുക ഗോ, ചാടുക ജംപ്. ഞാൻ എല്ലാ വീഡിയോസിലും പഠിച്ചു കഴിഞ്ഞതും പഠിക്കാൻ പോകുന്നതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതത് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്നല്ല, അതത് ക്ലാസ്സിൽ പഠിക്കുന്നതും കഴിഞ്ഞു പോയ ക്ലാസ്സസിൽ പഠിച്ചതും ഒക്കെ ഞാൻ ഓരോന്നും ഇങ്ങനെ പറയാറുണ്ട് വീഡിയോസിൽ. ഇത്ര തവണ പറഞ്ഞിട്ടും നിങ്ങളത് തെറ്റിക്കുന്ന, ഒന്നുകിൽ നിങ്ങൾ ഈ ക്വസ്റ്റ് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, അതും അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണുന്നതന്നെ ഇല്ലാന്ന് തോന്നുന്നു. അല്ലാതെ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചത് വളരെ മോശമായിന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് വാക്കുകൾ. വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ആണെന്നും അതിന്റെ സ്പെല്ലിംഗ് എന്താണെന്നും ഞാൻ ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ട്. WORDS വേർഡ്സ്, വാക്കുകൾ. വേർഡ് എന്നുള്ളത് ഒരു വാക്ക്, WORD. ഒന്നാമത്തെ ഓപ്ഷൻ ഒരു വാക്കിന് പറയുന്നതാണ്, വാക്കുകളല്ല. ലാസ്റ്റ് ഓപ്ഷൻ ആണ് WORDS വേർഡ്സ്. ഓക്കെ, മറ്റേത് വാർഡ്സ്, അത് വേറെ തന്നെ വാക്കുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായവര് ഇത് 1-2 തവണ നോക്കി കാര്യം മനസ്സിലാക്കുക. ഓക്കെ.